IAS എന്ന മൂന്നക്ഷരത്തിന് രാഹുൽ കൽപ്പിച്ച വില അവന്റെ ജീവിതം തന്നെയായിരുന്നു. തിരുവനന്തപുരത്തെ വിശാലമായ ഔദ്യോഗിക വസതിയുടെ ഗേറ്റ് കടന്ന് അവന്റെ കറുത്ത കാർ അകത്തേക്ക് പ്രവേശിച്ചു. അകത്ത് അധികാരത്തിന്റെ നിശബ്ദമായ ഗന്ധമുണ്ടായിരുന്നു. രാഹുൽ എന്ന ജില്ലാ കളക്ടറുടെ ലോകം കൃത്യമായി നിർവചിക്കപ്പെട്ടതായിരുന്നു. പദവികൾക്കായിരുന്നു അവിടെ പ്രാധാന്യം. അവന്റെ ഭാര്യ പ്രിയ ഒരു വ്യവസായിയുടെ മകൾ. ആ ലോകത്തിന്റെ നിയമങ്ങൾ അവനേക്കാൾ നന്നായി അവൾ മനസ്സിലാക്കിയിരുന്നു. ഈ ചില്ലുകൊട്ടാരത്തിലെ വർണ്ണങ്ങൾക്കിടയിൽ ചേരാത്ത ഒരേയൊരു നിറം അവന്റെ അമ്മയായിരുന്നു. മായ ഒരു ഗ്രാമത്തിലെ സ്കൂളിൽ മലയാളം പഠിപ്പിച്ച് വിരമിച്ച ഒരധ്യാപിക. മകൻ ഉയർന്ന പദവിയിലെത്തിയപ്പോഴും അവർ പഴയ മായ ടീച്ചറായി തുടർന്നു. അച്ഛന്റെ മരണശേഷം ഗ്രാമത്തിൽ ഒറ്റക്കായ അമ്മയെ കൂടെ താമസിപ്പിക്കുന്നത് ഒരു കടമയാണെന്ന് രാഹുൽ അറിഞ്ഞിരുന്നു. പക്ഷേ ആ കടമ ഇപ്പോൾ അവന്റെ കഴുത്തിൽ ഒരു ഭാരമായി തൂങ്ങിക്കിടക്കുന്നതായി അവന് തോന്നിത്തുടങ്ങി. രാഹുൽ നാളത്തെ പാർട്ടിക്ക് മിനിസ്റ്ററും ചീഫ് സെക്രട്ടറിയും എല്ലാം വരുന്നുണ്ട്. അമ്മയോട് അന്ന് റൂമിൽ തന്നെ ഇരിക്കാൻ പറയണം. അത്താഴം കഴിക്കുന്നതിനിടയിൽ പ്രിയ പറഞ്ഞു. കഴിഞ്ഞയാഴ്ച അമ്മ സുഹൃത്തുക്കളോട് കുട്ടിക്കാലത്തെ കഥകൾ പറഞ്ഞത് അവൻ ഓർത്തു. ആ ചിരിക്കു പിന്നിൽ സഹതാപം കലർന്ന പരിഹാസമുണ്ടെന്ന് അവന് തോന്നി. പ്രിയയുടെ വാക്കുകൾ അവന്റെ അഹങ്കാരത്തെ തഴുകി. അവന്റെ നേട്ടങ്ങളുടെ തിളക്കം കുറയ്ക്കുന്ന ഒരു കറുത്ത പൊട്ടായി അമ്മ മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന ചിന്ത അവനെ അസ്വസ്ഥനാക്കി. അന്നത്തെ പാർട്ടി രാഹുലിന്റെ ജീവിതത്തിലെ ഒരു നിർണായക ദിവസമായിരുന്നു. പുതിയ ടെക്നോസിറ്റി പദ്ധതിയുടെ പ്രധാന ചുമതലക്കാരനായി അവനെ നിയമിച്ചതിന്റെ ആഘോഷമായിരുന്നു അത്. പുൽത്തകിടിയിൽ വെളിച്ചം നിറഞ്ഞു സംഗീതം ഒഴുകി നടന്നു. പെട്ടെന്നാണ് ഹാളിൽ നിന്ന് ഒരു സംസാരം ഉയർന്നുകേട്ടത്. മായ ടീച്ചർ പ്രിയയുടെ കർശനമായ നിർദ്ദേശം മറന്ന് മുറിയിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നു. മോന്റെ കുട്ടിക്കാലത്ത് വലിയ വികൃതിയായിരുന്നു. പുഴയിൽ ചാടാനും മാങ്ങ പെറുക്കാനും ഞാൻ ഒരുപാട് തല്ലിയിട്ടുണ്ട്, അവർ നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ടു പറഞ്ഞു. മന്ത്രിയുടെ ഭാര്യ രാഹുലിനെ നോക്കിയ ആ നോട്ടത്തിൽ പരിഹാസം കലർന്നിരുന്നു. പ്രിയയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുന്നത് അവൻ കണ്ടു. അതിഥികളെല്ലാം പോയിക്കഴിഞ്ഞപ്പോൾ വീടിനുള്ളിൽ ഒരു കൊടുങ്കാറ്റ് രൂപപ്പെട്ടു. ഐ ക്യാൻ ടേക്ക് ദിസ് എനിമോർ രാഹുൽ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ഒന്നുകിൽ അവർ ഈ വീട്ടിലല്ലെങ്കിൽ ഞാൻ. അതൊരു അന്ത്യശാസനമായിരുന്നു. ആ രാത്രി രാഹുലിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഒരു വശത്ത് അമ്മ, മറുവശത്ത് താൻ പടുത്തുയർത്തിയ പ്രൗഢിയുടെ ലോകം. പദവിക്കാണ് ഭാരം കൂടുതലെന്ന് അവന്റെ മനസ്സ് വിധിയെഴുതി. പിറ്റേ ആഴ്ച അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, നമുക്ക് ഒരിടം വരെ പോകാം. അമ്മയ്ക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടുന്ന നല്ല സൗകര്യങ്ങളുള്ള ഒരിടം. നഗരത്തിൽ നിന്ന് ഒരുപാട് ദൂരപ്പച്ചപ്പ് നിറഞ്ഞ സാന്ത്വനം എന്ന വൃദ്ധസദനത്തിൽ അവൻ അമ്മയെ കൊണ്ടുചെന്നാക്കി. രേഖകളെല്ലാം ഒപ്പിട്ട് പണമടക്കുമ്പോൾ അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയില്ല. യാത്ര പറയാൻ നേരം മായ ടീച്ചർ അവന്റെ കയ്യിൽ പിടിച്ചു. മോൻ, എപ്പോഴാ വരികെന്നെ കൂട്ടാൻ? ആ ചോദ്യം ഒരു കൂരമ്പ് പോലെ അവന്റെ നെഞ്ചിൽ തറച്ചു. പക്ഷേ പ്രിയയുടെ മുഖവും മന്ത്രിയുടെ ഭാര്യയുടെ ചിരിയും അവന്റെ മനസ്സിൽ മിന്നിമായുമ്പോൾ അവൻ കഠിനഹൃദയനായി. തിരിഞ്ഞു നോക്കാതെ അവൻ കാറിലേക്ക് നടന്നു. കാർ ഗേറ്റ് കടന്നുപോകുമ്പോൾ കണ്ണാടിയിലൂടെ അവൻ കണ്ടു സാന്ത്വനം എന്ന ബോർഡിന് താഴെ ലോകം മുഴുവൻ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ രൂപം. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു വലിയ ഭാരം ഇറക്കിവച്ചതുപോലെ അവന് തോന്നി. അവന്റെ ചില്ലുകൊട്ടാരത്തിൽ ഇപ്പോൾ അനാവശ്യമായ നിറങ്ങളൊന്നുമില്ലായിരുന്നു. ദിവസങ്ങൾ ആഴ്ചകൾക്കും ആഴ്ചകൾ മാസങ്ങൾക്കും വഴിമാറി. രാഹുലിന്റെ ലോകം കൂടുതൽ തിളക്കമുള്ളതായി. ടെക്നോസിറ്റി പദ്ധതിയുടെ അമരക്കാരൻ എന്ന നിലയിൽ അവന്റെ പ്രശസ്തി വർദ്ധിച്ചു. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിന്റെ കോണിൽ കുറ്റബോധത്തിന്റെ ഒരു നേർത്ത നീറ്റലായി ഇടയ്ക്ക് തലപൊക്കുമ്പോൾ തിരക്കിന്റെ തിരശീലയിട്ട് അവനതിനെ മറച്ചു. അവന്റെ എതിരാളിയായ സന്ദീപ് പലപ്പോഴും അവനെ കാണാൻ വരുമായിരുന്നു. രാഹുൽ സൂക്ഷിക്കണം, ഈ പ്രോജക്റ്റിൽ ഒരുപാട് ചതിക്കുഴികളുണ്ട്. രാഹുൽ അത് കാര്യമാക്കിയില്ല. അതേസമയം സാന്ത്വനമെന്ന ലോകത്ത് മായ ടീച്ചർ തന്റെ ഏകാന്തതയുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. തന്നെ ഉപേക്ഷിച്ചതാണെന്ന് അവർ ആരോടും പറഞ്ഞില്ല. മോനു വലിയ തിരക്കാണ് എന്ന് അവർ എല്ലാവരോടും പുഞ്ചിരിയോടെ പറഞ്ഞു. അവിടെ അവർക്ക് പുതിയ കൂട്ടുകാരെ കിട്ടി. മേജർ നമ്പ്യാർ ഫാത്തിമ, ബി.വി. രഘുനാഥ്, ഷേണായി. അവർക്ക് പുസ്തകങ്ങൾ വായിച്ചുകൊടുത്തു. പക്ഷേ രാത്രിയുടെ നിശബ്ദതയിൽ അവർ തനിച്ചായി. ഒരു പഴയ ഡയറിയുടെ താളുകളിൽ അവർ തന്റെ വേദനകളെ അക്ഷരങ്ങളാക്കി. ടെക്നോസിറ്റി പദ്ധതിയുടെ കരാറുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണങ്ങൾ പത്രങ്ങളിൽ വന്നു തുടങ്ങി. പദ്ധതിയുടെ തലപ്പത്തുള്ള രാഹുലിന്റെ നേർക്ക് സംശയത്തിന്റെ വിരലുകൾ നീണ്ടു. ഒരു ദിവസം രാവിലെ CBI കേസ് ഏറ്റെടുത്തു. അന്വേഷണ ചുമതല വിക്രം സായ് എന്ന കർക്കശക്കാരനായ ഉദ്യോഗസ്ഥനായിരുന്നു. വിക്രമിന്റെ പേര് കേട്ടപ്പോൾ തന്നെ രാഹുലിന്റെ നെഞ്ചിൽ ഭയത്തിന്റെ തണുപ്പരിച്ചിറങ്ങി. CBI സംഘം തിരുവനന്തപുരത്തെത്തി.
രാഹുലിന്റെ ലോകം പതുക്കെ ഇല്ലാതാവുകയായിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി രാഹുലിന്റെ പശ്ചാത്തലം പഠിക്കാൻ വിക്രം തീരുമാനിച്ചു. രേഖകൾ പ്രകാരം അവന്റെ അമ്മ ഗ്രാമത്തിലാണ് താമസം. എന്നാൽ അവർ മാസങ്ങളായി അവിടെയില്ലെന്ന് മനസ്സിലായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ രാഹുൽ ഒരു തുകസാന്ത്വനം എന്ന വൃദ്ധസദനത്തിലേക്ക് അയക്കുന്നതായി അവർ കണ്ടെത്തി. ഒരു തെളിവും വിട്ടുകളയാത്ത വിക്രം അടുത്ത ദിവസം തന്നെ സാന്ത്വനത്തിലേക്ക് പുറപ്പെട്ടു. സാന്ത്വനത്തിന്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് നടക്കുമ്പോൾ പൂന്തോട്ടത്തിൽ ഒരു ബെഞ്ചിലിരുന്ന് പുസ്തകം വായിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീയെ അവൻ കണ്ടു. അവരുടെ ശബ്ദം എവിടെയോ കേട്ടുമറന്നതുപോലെ. അവൻ അടുത്തുചെന്നു. കാലം ചുളിവുകൾ വീഴ്ത്തിയ ആ മുഖം അവൻ തിരിച്ചറിഞ്ഞു. മായ ടീച്ചറോ? അവന്റെ ശബ്ദം അറിയാതെ ഇടറി. അവർ അവനെ സൂക്ഷിച്ചു നോക്കി. പിന്നെ ആ കണ്ണുകൾ വിടർന്നു. വിക്രം മോനെ, നീ എന്താ ഇവിടെ? അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ദാരിദ്ര്യം പിടിച്ച കുട്ടിക്കാലത്ത് തന്നെ സഹായിച്ചു പഠിപ്പിച്ച തന്റെ ടീച്ചർ. അവർ എന്തുകൊണ്ടാണിവിടെ? രാഹുൽ, അവന് വലിയ തിരക്കാ മോനെ. ഞാനൊരു ഭാരമാകേണ്ടെന്ന് കരുതി. അവരുടെ ശബ്ദം പതറി. ആ നിമിഷം ആ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് വിക്രമെല്ലാം വായിച്ചെടുത്തു. ഉപേക്ഷിക്കപ്പെട്ടതിന്റെ വേദന. താൻ അന്വേഷിക്കുന്ന അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥൻ ഈ അമ്മയുടെ മകനാണെന്ന യാഥാർത്ഥ്യം അവനെ ചുട്ടുപൊള്ളിച്ചു. അന്ന് രാത്രി മുഴുവൻ വിക്രമിന് ഉറങ്ങാനായില്ല. അവന്റെ മുന്നിൽ 2 രാഹുലുണ്ടായിരുന്നു. ഒന്നിയമത്തിനു മുന്നിലെ അഴിമതിക്കാരൻ, രണ്ടൊരമ്മയുടെ ഹൃദയം തകർത്ത മകൻ. രണ്ടാമത്തെ കുറ്റത്തിന് നിയമപുസ്തകങ്ങളിൽ ശിക്ഷയില്ലെന്ന് അവനറിയാമായിരുന്നു. പക്ഷേ ആ ശിക്ഷ താൻ തന്നെ നൽകുമെന്ന് അവൻ മനസ്സിൽ കുറിച്ചു. CBI ഓഫീസിലെ തണുത്ത മുറിയിൽ വിക്രമിന് മുന്നിലിരിക്കുമ്പോൾ രാഹുൽ വിയർത്തു. മിസ്റ്റർ രാഹുൽ, നിങ്ങളുടെ അമ്മ എവിടെയാണ്? അപ്രതീക്ഷിതമായി വിക്രം ചോദിച്ചു. രാഹുൽ ഞെട്ടി. അമ്മ ഗ്രാമത്തിലുണ്ട്, അവൻ കള്ളം പറഞ്ഞു. വിക്രം മേശപ്പുറത്തുണ്ടായിരുന്ന ഒരു ഫോട്ടോ എടുത്ത് രാഹുലിന് നേരെ നീട്ടി. സാന്ത്വനത്തിലെ മായ ടീച്ചറുടെ ചിത്രമായിരുന്നു അത്. രാഹുലിന്റെ ശരീരം തളർന്നുപോയി. മിസ്റ്റർ രാഹുൽ, ഞാൻ ഇന്നലെ നിങ്ങളുടെ അമ്മയെ കണ്ടിരുന്നു. എന്നെ പഠിപ്പിച്ച ടീച്ചറാണവർ. നിങ്ങളുടെ ഈ പദവിക്കും പ്രൗഢിക്കും വേണ്ടി നിങ്ങൾ വലിച്ചെറിഞ്ഞ ആ അമ്മ. വിക്രം കസേരയിൽ നിന്ന് എഴുന്നേറ്റു. നിങ്ങൾക്കെതിരെയുള്ള അഴിമതിക്കേസ് നിയമം തീരുമാനിക്കും. പക്ഷേ അതിനേക്കാൾ വലിയൊരു കുറ്റം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഈ കസേരയിലിരുത്താൻ സ്വന്തം ജീവിതം ഹോമിച്ച ഒരമ്മയെ നിങ്ങൾ ഉപേക്ഷിച്ചു. അവരുടെ കണ്ണുനീരിന് ദൈവം തന്ന ശിക്ഷ കൂടിയാണിത്. നഷ്ടപ്പെട്ട അമ്മയുടെ സ്നേഹം തിരികെ തരാൻ ഒരു നിയമത്തിനും കഴിയില്ല. ഓരോ വാക്കും ചാട്ടവാറടികൾ പോലെ രാഹുലിന്റെ ചെകിട്ടത്ത് പതിച്ചു. അവന്റെ അഹങ്കാരത്തിന്റെ കോട്ടകൾ തകർന്നു വീണു. പദവിയുടെ കൊടുമുടിയിൽ നിന്ന് അവൻ പാതാളത്തിലേക്ക് പതിച്ചു. ആ മുറിയിലെ നിശബ്ദതയിൽ അവൻ ആദ്യമായി ഒരു കുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞു. അന്ന് വൈകുന്നേരം രാഹുൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ വാർത്ത ടെലിവിഷൻ സ്ക്രീനുകളിൽ മിന്നിമായുമ്പോൾ സാന്ത്വനത്തിലെ മുറിയിലിരുന്ന് മായ ടീച്ചർ തന്റെ ഡയറിയിൽ കുറിക്കുകയായിരുന്നു. ഇന്നെന്തോ നെഞ്ചിനൊരു ഭാരം. എന്റെ മോന് സുഖമായിരിക്കണേ ഭഗവാനെ. രാഹുലിന്റെ അറസ്റ്റ് ഒരു കാട്ടുതീ പോലെ പടർന്നു. പിറ്റേന്ന് രാവിലെ എല്ലാ പത്രങ്ങളുടെയും 1-ാം പേജിൽ വിലങ്ങുവെച്ച കൈകളുമായി തലകുനിച്ചു നിൽക്കുന്ന അവന്റെ ചിത്രമുണ്ടായിരുന്നു. സാന്ത്വനത്തിലെ കോമൺ ഹാളിലെ ടെലിവിഷന് മുന്നിൽ വാർത്ത കണ്ട മായ ടീച്ചർ ഞെട്ടി. എന്റെ മോനോ? അത് വേറെ ആരെങ്കിലുമായിരിക്കും. അവർ വിശ്വസിക്കാൻ പാടുപെട്ടു. സ്ക്രീനിൽ തെളിഞ്ഞ മകന്റെ മുഖം എല്ലാ സംശയങ്ങളും ഇല്ലാതാക്കി. ആ അമ്മയുടെ ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ സാന്ത്വനത്തിലെ ചുമരുകൾ പോലും വിറകൊണ്ടു. അതേസമയം തിരുവനന്തപുരത്തെ വീട്ടിൽ പ്രിയ തന്റെ അഭിഭാഷകനുമായി സംസാരിക്കുകയായിരുന്നു. എനിക്ക് ഡിവോഴ്സ് വേണം, എത്രയും പെട്ടെന്ന്. ഈ നാണക്കേട് സഹിച്ച് എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. വൈകുന്നേരം അവൾ പത്രസമ്മേളനം വിളിച്ചു. രാഹുലിന്റെ ബിസിനസ് ഇടപാടുകളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ പൂർണ്ണമായും വഞ്ചിക്കപ്പെട്ടു. അവൾ ക്യാമറകളെ നേരിട്ടു. പദവി നഷ്ടപ്പെട്ടപ്പോൾ താൻ എത്രത്തോളം തനിച്ചാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. വിക്രമിന്റെ വാക്കുകൾ അവന്റെ കാതുകളിൽ മുഴങ്ങി. തലയ്ക്കുള്ളിൽ അമ്മയുടെ മുഖം മാത്രം ഒരു നീറ്റലായി നിറഞ്ഞു നിന്നു. ജയിലിലെ ഏകാന്തതയിൽ രാഹുൽ തന്റെ ജീവിതം പുനർവിചിന്തനം ചെയ്യുകയായിരുന്നു. പദവിയും പണവും നൽകുന്ന സുരക്ഷിതത്വം എത്ര താൽക്കാലികമാണ്. യഥാർത്ഥ സമ്പത്ത് സ്നേഹബന്ധങ്ങളായിരുന്നു. താൻ പുച്ഛിച്ചു തള്ളിയ അമ്മയുടെ സ്നേഹം. ഒരു യുവ അഭിഭാഷകനായ പ്രദീപ് അവന്റെ കേസ് ഏറ്റെടുത്തു. സർസാറിനെ ചതിച്ചതാണ്. ആദ്യമായി തകർന്ന ലോകത്ത് ആരോ തനിക്ക് നേരെ ഒരു കൈ നീട്ടുന്നത് രാഹുൽ കണ്ടു. 1 മാസത്തെ ജയിൽവാസത്തിനു ശേഷം രാഹുലിന് ജാമ്യം ലഭിച്ചു. ജയിലിന് പുറത്തിറങ്ങിയ അവനെ സ്വീകരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ഔദ്യോഗിക വസതിയുടെ ഗേറ്റ് പൂട്ടിക്കിടന്നു. ഭാര്യ പോയിരിക്കുന്നു. പോകാൻ ഒരിടമില്ല. ഓർമ്മയിൽ ഒരു മുഖം മാത്രം തെളിഞ്ഞുവന്നു. അമ്മ. അവൻ ഒരു സാധാരണ ബസ്സിൽ സാന്ത്വനത്തിലേക്ക് യാത്ര തിരിച്ചു. വൈകുന്നേരത്തോടെ അവൻ സാന്ത്വനത്തിലെത്തി. പൂന്തോട്ടത്തിലെ അതേ ബെഞ്ചിൽ അമ്മ ഇരിപ്പുണ്ടായിരുന്നു. അവൻ പതുക്കെ അമ്മയുടെ അടുത്തേക്ക് നടന്നു. അവന്റെ കാൽപ്പെരുമാറ്റം കേട്ട് മായ ടീച്ചർ തിരിഞ്ഞുനോക്കി.
മെലിഞ്ഞുണങ്ങിയതാടി, വളർന്നു കണ്ണുകൾ, കുഴിഞ്ഞു തളർന്ന ഒരു രൂപം. താൻ പ്രസവിച്ച മകന്റെ നിഴൽ മാത്രം. അവന് വാക്കുകൾ കിട്ടിയില്ല. അമ്മയുടെ കാൽക്കലേക്ക് അവൻ ഊർന്നു വീണു. മുഖം ആ കാൽപാദങ്ങളിൽ ചേർത്തുവച്ച് ഒരു കുട്ടിയെപ്പോലെ അവൻ അലറിക്കരഞ്ഞു. മായ ടീച്ചർ ഒരു വാക്കുപോലും ചോദിച്ചില്ല. അവർ പതുക്കെ കുനിഞ്ഞ് അവന്റെ തോളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ലോകം മുഴുവൻ അവനെ തള്ളിക്കളഞ്ഞപ്പോൾ അമ്മ അവനെ തന്റെ നെഞ്ചോട് ചേർത്തുപിടിച്ചു. പദവിക്ക് നൽകാൻ കഴിയാത്ത ശാന്തി ആ അമ്മയുടെ ഹൃദയത്തിൽ അവൻ അനുഭവിച്ചു. അവൻ സാന്ത്വനത്തിലെ ഒരംഗമായി മാറി. അവിടുത്തെ തറ തുടച്ചു പച്ചക്കറികൾ നുറുക്കാൻ, സഹായിച്ചു നടക്കാൻ, ബുദ്ധിമുട്ടുള്ളവരെ താങ്ങി നടത്തി. അവന്റെ അഹങ്കാരം ആ സേവനത്തിലൂടെ അലിഞ്ഞില്ലാതായി. ഒരു രാത്രി അമ്മയുടെ മുറി വൃത്തിയാക്കുന്നതിനിടയിൽ കിടക്കയുടെ അടിയിൽ നിന്ന് ഒരു പഴയ ഡയറി അവന് കിട്ടി. അത് മായ ടീച്ചറുടെ ഡയറിയായിരുന്നു. ഓരോ പേജിലും ഒരമ്മയുടെ ഹൃദയം തുടിക്കുന്നുണ്ടായിരുന്നു. അവസാനത്തെ പേജിൽ ഇങ്ങനെ കുറിച്ചിരുന്നു: എന്റെ മോൻ എന്റെ അടുത്തേക്ക് തിരിച്ചുവന്നു. അവൻ തെറ്റ് ചെയ്തിരിക്കാം, പക്ഷേ അവൻ എന്റെ കുട്ടിയാണ്. എന്റെ രാഹുൽ പഴയതുപോലെയാകണം. ആ ഡയറി നെഞ്ചോട് ചേർത്തുവച്ച് രാഹുൽ നേരം വെളുക്കുവോളം കരഞ്ഞു. കോടതിയിൽ വിചാരണയുടെ നാളുകളായിരുന്നു. വിക്രമിന്റെ നേതൃത്വത്തിൽ CBI ശക്തമായ തെളിവുകൾ ഹാജരാക്കി. സന്ദീപിന്റെയും വർഗീസിന്റെയും ഗൂഢാലോചനയുടെ ചുരുളഴിഞ്ഞപ്പോൾ രാഹുൽ ഒരു ഇരകൂടിയായിരുന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. വിധി വന്ന ദിവസം ജഡ്ജി പറഞ്ഞു: നിങ്ങൾ അധികാരത്തിൽ പരാജയപ്പെട്ടു. അഴിമതിക്ക് കൂട്ടുനിന്നത് ഗുരുതരമായ കുറ്റമാണ്. അതിനാൽ കോടതി നിങ്ങളെ സർവീസിൽ നിന്ന് 5 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു. ജയിൽവാസം ഒഴിവായി. പക്ഷേ അവന്റെ IAS എന്ന കിരീടം തെറിച്ചുപോയിരുന്നു. കോടതിക്ക് പുറത്തിറങ്ങിയ അവൻ സാന്ത്വനത്തിലേക്ക് തന്നെ നടന്നു നീങ്ങി. അവിടെ ഗേറ്റിനരികിൽ മായ ടീച്ചർ അവനെയും കാത്തുനിൽപ്പുണ്ടായിരുന്നു. കൂടെ വിക്രവും. രാഹുൽ അമ്മയുടെ മുന്നിൽ വന്നു നിന്നു. അമ്മ എന്നോട് ക്ഷമിക്കണം. സാരമില്ല മോനെ. അവർ അവന്റെ കൈയിൽ മുറുകെ പിടിച്ചു. 2 വർഷങ്ങൾക്കുശേഷം കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ഒരു ചെറിയ ഗ്രാമം. മായ ടീച്ചറുടെ പഴയ തറവാട്ട് വീട്ടിൽ രാഹുൽ കുട്ടികളെ കണക്ക് പഠിപ്പിക്കുകയായിരുന്നു. അവന്റെ മുഖത്ത് പഴയ അധികാരത്തിന്റെ ഗർവില്ല പകരം ശാന്തമായ ഒരു പുഞ്ചിരിയുണ്ട്. അവന്റെ ശിക്ഷാകാലാവധി കഴിഞ്ഞിരുന്നു. സർവീസിൽ തിരികെ പ്രവേശിക്കാൻ അവസരമുണ്ടായിരുന്നെങ്കിലും അവൻ അത് വേണ്ടെന്ന് വെച്ചു. അവൻ തന്റെ യഥാർത്ഥ ലോകം തിരിച്ചറിഞ്ഞിരുന്നു. ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഉമ്മറത്ത് ചാരുകസേരയിലിരുന്ന് മായ ടീച്ചർ അവനെ നോക്കി ചിരിച്ചു. അവരുടെ കണ്ണുകളിൽ അഭിമാനവും സന്തോഷവും നിറഞ്ഞിരുന്നു. ദൂരെ നിന്ന് ഒരു ജീപ്പ് വന്നു. അത് വിക്രമായിരുന്നു. അവനിപ്പോൾ ആ ജില്ലയിലെ SP-യാണ്. എന്തൊക്കെയുണ്ട് ടീച്ചറെ രാഹുൽ? ജീപ്പിൽ നിന്നിറങ്ങിക്കൊണ്ട് വിക്രം ചോദിച്ചു. അവർ 3 പേരും ഉമ്മറത്തിരുന്ന് സംസാരിച്ചു. സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. ആ വെളിച്ചത്തിൽ അമ്മയുടെയും തന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയുടെയും നടുവിലിരിക്കുമ്പോൾ രാഹുൽ ഓർത്തു. ജീവിതത്തിലെ ഏറ്റവും വലിയ പദവി എന്നത് IAS എന്ന 3 അക്ഷരമല്ല, മറിച്ച് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയുക എന്നതാണ്. അവന്റെ ഹൃദയം ശാന്തമായിരുന്നു. അവന്റെ ലോകം